എന്തൊക്കെയുണ്ട് വിശേഷം? ഒരാഴ്ച മുമ്പ് പുറത്ത് പോയപ്പോൾ ഓഫർ പ്രൈസിൽ ഇങ്ങനെ മാങ്ങ നെല്ലിക്കയൊക്കെ കണ്ടു. ഇപ്പോൾ സീസണാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എല്ലാം നല്ല വിലക്കുറവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കിലോ മാങ്ങയും 1 കിലോ നെല്ലിക്കയൊക്കെ വാങ്ങി. നെല്ലിക്ക വാങ്ങി ഒരു 3-4 ദിവസം കൊണ്ട് ഉപ്പിലിട്ടു. മാങ്ങ ഒരാഴ്ചയായി ഫ്രിഡ്ജിലായി ഇരിപ്പായിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് വറുത്ത മാങ്ങ അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് മാങ്ങ നല്ലോണം കഴുകി തുടച്ച് കട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ സർപ്രൈസ് കിട്ടിയത്. ടെൻഡടാങ്, ഇത് ഓറഞ്ച് കളറായി. ഇനിയിപ്പോൾ ഇത് ജ്യൂസ് അടിക്കണോ ഇല്ലെങ്കിൽ അച്ചാറുണ്ടാക്കണോ എന്നുള്ള ആലോചനയിലായി. എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇതായിരിക്കുന്നു നമ്മുടെ ടെസ്റ്റർ. ഇതിന് പുളി ഉണ്ടെങ്കിൽ അച്ചാറുണ്ടാക്കാം. പുളിയുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിൽ വലിയ തെളിവൊന്നും വേണ്ടല്ലോ. അങ്ങനെ ബാക്കിയുള്ള മാങ്ങയും കൂടി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് നോൺ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെച്ചിരിക്കുന്നത് ഇത് വറുക്കുന്ന നേരം കൊണ്ട് നമുക്കതൊക്കെ ശരിയാക്കി എടുക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 3-4 സെക്ഷനായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങ അതിലിട്ടു. ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കണ്ടല്ലേ, അതിങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. കണ്ടോ, നോക്ക്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി. നന്നായിട്ട് അതിങ്ങനെ വറുത്ത് വരും. നമുക്ക് അതെടുത്തു. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 10 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയെല്ലാം മതി കേട്ടോ. 1.5 കിലോ മാങ്ങയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി സാധനങ്ങളൊക്കെ. ഇപ്പോൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ശരിയാക്കി വെച്ചു. അതിലേക്ക് 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ ശർക്കര, പിന്നെ കുറച്ച് കായപ്പൊടി, പിന്നെ വിനേഗർ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് കോരിയതിൻ്റെ ബാക്കി എണ്ണ അതിലുണ്ട്. അതിലേക്ക് ഈ ജിഞ്ചർ ഗാർലിക് നമുക്ക് ഒന്ന് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടിങ്ങനെ വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി ഉണ്ട്, അത് മതി. ആ ഒരു എരിവ് മതി കേട്ടോ. ഇവിടെ പിള്ളേർക്ക് ഒത്തിരി എരിവൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കണ്ടോ, നല്ലതായിട്ട് ഗോൾഡൻ കളറാകുന്ന പോലെ വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ നോക്കുക. ചെറിയ തീയിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ എല്ലാ പൊടികളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ടാണ് വഴറ്റേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ 1 മിനിറ്റോളം ഇങ്ങനെ ചെയ്താൽ മതി. ഞാനാണെങ്കിലുണ്ടല്ലോ ആ ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചിട്ടിടാൻ മറന്നുപോയി. അതൊക്കെ ഒന്ന് പൊടിച്ചിട്ടാൽ നന്നായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് വിനേഗർ ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക. അപ്പോൾ അത് നല്ല മിക്സായി നല്ല കുഴമ്പ് പരുവത്തിലായിട്ട് വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ മാങ്ങ ഇട്ടിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാവുക. ഇനി കുറച്ചുകൂടി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഇനി നമുക്കിത് ഭരണിയിൽ ഇട്ട് വയ്ക്കാം. ഇത് എത്ര കാലം വേണമെങ്കിലും കേടാവാതെ ഇരിക്കും. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാണ്ടാകുമ്പോൾ കുറേ നാളിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് സെറാമിക്കിൻ്റെ 2 പോട്ടൊക്കെ വാങ്ങി അതിലേക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് കാലം കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരങ്ങൾ പറയാം. ഹാവ് എ ഗുഡ് ഡേ ടു എവ്രി വൺ. ടേക്ക് കെയർ. ബൈ.